السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة السابعة من جلسات سورة المائدة. ഖുർആൻ പഠനത്തിൻ്റെ എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന അൽ-മാഇദ പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. പഠനം നമ്മൾ 2-3 ദിവസം മുമ്പ് തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിലേക്കുള്ള പഠനം നാളെ മുതൽ തുടങ്ങും. നാളെയോ മറ്റന്നാളോ മുതൽ തുടങ്ങും. കാരണം നേരത്തെ നമ്മൾ ചെയ്തിരുന്നത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അതിനെക്കുറിച്ചുള്ള ആക്ടിവിറ്റി പറഞ്ഞിരുന്നത്. ഇനി അങ്ങനെയല്ല, ക്ലാസ്സിനെ സംബന്ധിച്ച ആക്ടിവിറ്റി നേരത്തെയാണ് തരിക. അപ്പം നേരത്തെ നമ്മൾ ഇൻവോൾവ് ആകണം. ഈ പേജിൽ വരുന്ന പേജിൽ നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ അതിൽ വ്യാപൃതമാകണം. അങ്ങനെ നമ്മൾ പഠിച്ച് അതിൻ്റെ സംശയ നിവാരണം പരിസമാപ്തിയായിരിക്കണം ക്ലാസ്. ഒരു അരമണിക്കൂർ ഇനി ഉണ്ടാവുള്ളൂ. അതിന് മുമ്പുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ കൂലങ്കഷമായി പഠിക്കുന്നുണ്ട്. പിന്നീട് വേണ്ടി വരില്ല, ഒരുപാട് ചർച്ച അല്ലെങ്കിൽ ക്ലാസ് വേണ്ടി വരില്ല. അപ്പം അതുകൊണ്ട് യൂട്യൂബ് മാത്രം കാണുന്ന ചില ആൾക്കാരുണ്ടാവും. നമ്മൾ ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷവും ഞങ്ങൾ തിരക്കാണ്, അതുകൊണ്ട് ഞാൻ ക്ലാസ് യൂട്യൂബിൽ നിന്ന് കാണും എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, എന്തായാലും ഗ്രൂപ്പിൽ ആക്റ്റീവ് ആകണം. എങ്കിൽ മാത്രമേ പിന്നീട് നിങ്ങൾക്ക് ഇതിലെന്താണോ പഠിക്കുന്നത് ചർച്ച ചെയ്യുന്നതെന്ന് മനസ്സിലാവുക. ആ നിലയ്ക്കാണ് ക്ലാസ് പോകുന്നത്. ഇതിന്റെ ഒരു കാരണം, നമ്മൾ ഈ സമയം എന്ന് പറയുന്നത് പലർക്കും സൗകര്യപ്രദമായ സമയം രാത്രിയാണെന്നാണ് പറയുന്നത്. പക്ഷേ രാത്രി സമയം ഉറങ്ങാനുള്ള സമയമാണ്. അതിൻ്റെ പഠനത്തിന്റെ പരിസമാപ്തിയിലാണ് ഞാനുള്ളത്. അതിന്റെ ചികിത്സ തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ടും നേരത്തെ ഉറങ്ങണം എന്നതുകൊണ്ടും ഈ ക്ലാസ് നേരത്തെ ഉപസംഹരിക്കാവുന്നതാണ് നമ്മുടെ യുക്തിപരമായ സംഗതി. അപ്പോൾ ഇതിൽ പ്രതികരിക്കാത്തവർക്ക് നഷ്ടമാണ് സംഭവിക്കുക. അപ്പോൾ ഈ കഴിഞ്ഞ ചർച്ച നമ്മൾ 2 ദിവസം മുമ്പായിരിക്കും തുടങ്ങി. ഞായറാഴ്ചയോ ഞായറാഴ്ചയാണോ എനിക്ക് തോന്നുന്നു തുടങ്ങിയത്. പിന്നെ മുതൽ തിങ്കളാഴ്ച ക്ലാസ് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ആ പേജ് ഇട്ട് തരും. അതിൻ്റെ ആക്ടിവിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സമയത്ത് ചെയ്താൽ മതി. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യം കൂടി ഇട്ട് തരും. അതൊക്കെ നമ്മൾ കണ്ടെത്തി ആ പഠന അനുബന്ധ പ്രവർത്തനം എന്നല്ല പറയുക, പഠനത്തിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനത്തിൽ വ്യാപൃതമായെങ്കിൽ മാത്രമേ ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടിരുന്നു. ഖുർആന്റെ അടുത്ത തലങ്ങളിലേക്ക് നമ്മൾക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ ഉപരിപ്ലവമായ വായന കഴിഞ്ഞിട്ട് അതിന്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ഇതുവരെ നമ്മൾ ഒറ്റവാക്കർത്ഥം അറിയുമോ എന്നാണ് നോക്കിയിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ അതിന്റെ ആശയം അറിയുമോ, അതിന്റെ അവതരണ പശ്ചാത്തലം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്നും കിട്ടുകയില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിലൂടെയും കൂടുതൽ വിശദീകരണം നിങ്ങൾ കണ്ടെത്തണം. പല ഗ്രന്ഥങ്ങളിലും കാണാത്ത വിശദീകരണമായിരിക്കും ചിലപ്പോൾ ഞാൻ പറയും. നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 33 മുതലുള്ള സൂക്തങ്ങളാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 32 മുതലുള്ള സൂക്തം. സാറ്, ഞാൻ രണ്ടാമതാഴ്ച അസൈൻമെന്റ് എന്റേത് കറക്റ്റ് ചെയ്തിട്ടില്ല. രണ്ടാമതാഴ്ചത് ഒരു പ്രാവശ്യം കറക്റ്റ് ചെയ്ത് അയച്ചായിരുന്നോ? ലഫ്ല അഫ്ആലുൽ ഖംസയും കർമ്മണി പ്രയോഗവും അയച്ചത് എല്ലാം അതെ, ഒരു പ്രാവശ്യം ഞാൻ നോക്കിയോ? വിട്ടുപോയതാന്ന് തോന്നുന്നുണ്ട്. എന്റെ കറക്റ്റ് ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം ഞാൻ നോക്കിയായിരുന്നോ? ഇല്ല, നോക്കിയതേ ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ അയച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. അതിനുശേഷം ഇല്ല, ഞാൻ അയച്ച് ഡിലീറ്റ് ചെയ്തതേ ഇല്ല. ഒറ്റ നിങ്ങൾ പ്രാവശ്യം അയച്ചത് ഡിലീറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. 150 മറ്റാണ് അയച്ചത് ഇന്ന് ഉച്ചക്ക്. നിങ്ങൾ അയച്ചത് ഡിലീറ്റ് ചെയ്തതായിട്ടാണ് ഞാൻ കണ്ടത്. ഇല്ലല്ലോ, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും അതിലുണ്ട്.
ഞാൻ നാളെ നോക്കാം. ഇൻഷാ അല്ലാ. ആരതാണ് ഡിലീറ്റ് ചെയ്ത് കണ്ടത്? ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. എല്ലാവരുടെയും കറക്റ്റ് ചെയ്യുന്നു, പക്ഷെ ഒന്ന് ഓക്കെ, വിട്ടുപോയതാണോ? നിങ്ങളെ കിടപ്പുണ്ട്. ഞാനത് അതെ. വിട്ടുപോയതായിരിക്കും. യുഖത്തലു, യുസല്ലബു, യുൻഫൗ. അതെ, എല്ലാം ശരിയാണെങ്കിൽ അവിടെ മാർക്ക് ഇട്ടില്ലല്ലേ. പിന്നെ വഅലമു എന്നെവിടെ കിട്ടി നിങ്ങൾക്ക് അഫ്ആൽ ഖംസയാണെന്ന്? അഫ്ആൽ ഖംസ എങ്ങനെ കിട്ടി വഅലമു എന്നുള്ളത്? അഫ്ആൽ ഖംസ ആരോ തെറ്റിച്ച് എഴുതിയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, അഫ്ആൽ ഖംസ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എന്ന് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ, ഇന്ന് തന്നെ ഇട്ടു. അപ്പൊ ആ ലിസ്റ്റിൽ പെട്ടില്ലല്ലോ യലമു. കൽപ്പന എങ്ങനെ അഫ്ആൽ ഖംസയിൽ വരും? അഫ്ആൽ ഖംസ എന്ന് പറഞ്ഞാൽ ആനി, ഈന, ഊന ഉള്ള ക്രിയകളാണ് അഫ്ആൽ ഖംസ. നമ്മൾ ആദ്യം പഠിച്ചത് യഫ്അലൂന, തഫ്അലൂന, ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യം പഠിച്ചത്. പിന്നീട് പറഞ്ഞു യഫ്അലാനി, തഫ്അലാനി. ഇപ്പൊ 4 ആയി. ഇത് ഇലമു എന്ന് വരില്ലേ? ഇലമു എന്നല്ലേ വരിക? യലമു എങ്ങനെ വരും? ഞാൻ പറയുന്ന കേക്കൂ. ഇൻഷാ അല്ലാ. യഫ്അലാനി നമ്മൾ ആദ്യം പഠിച്ചത്, നമ്മൾ 21 രൂപത്തിൽ പഠിച്ചത് എന്താ? യഫ്അലൂന, തഫ്അലൂന, ഇത് രണ്ട് മാത്രമാണ് ഊനയുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പഠിച്ചതാണ് യഫ്അലാനി, തഫ്അലാനി, ദ്വിവചനം. അതെ. പിന്നെ തഫ്അലീന, നീ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നു. ഈ 5 എണ്ണമാണ് അഫ്ആൽ ഖംസ. വേറെ പലരും അങ്ങനെ നൂന് പോയതല്ല, കൽപ്പനക്രിയയുടെ നൂന് പോയതല്ല. കൽപ്പനക്രിയക്ക് നൂന് പോകുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല, അഫ്ആൽ ഖംസയുടെ കൂട്ടത്തിൽ വരുന്നില്ല. കാരണം അത് കൽപ്പനക്രിയക്ക് വേണ്ടി മബിനിയാക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. കൽപ്പനക്രിയക്ക് വേണ്ടി നിർമ്മിക്കുകയാണ്, പിന്നെ അത് മബിനിയാണ്. അപൂർണക്രിയ മാത്രമാണ് അന്ത്യത്തിൽ മാറ്റമുണ്ടാകുന്നത്, കൽപ്പനക്രിയയല്ല. കൽപ്പനക്രിയ ജസ്മി ചെയ്ത നിലയിലായിരിക്കും ഉണ്ടാവുക. ഇഫ്അൽ അവിടെ എന്ത് ചെയ്തു? സുക്കുൻ വരുത്തി. അതേപോലെ ഇഫ്അലൂ സംഭവം ശരിയാണ്, ഞാൻ പോയി. പക്ഷെ എന്തിനാ പോയത്? കൽപ്പനക്രിയക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നീട് ആ നാ പോയ പരിഗണനയിൽ അല്ല വരുന്നത്. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض فسادا أن يقتلوا أو يصلبوا أو تقطع أيديهم وأرجلهم من خلاف أو ينفوا من الأرض ذلك لهم خزي في الدنيا ولهم في الآخرة عذاب عظيم إلا الذين تابوا من قبل أن تقدروا عليهم فاعلموا أن الله غفور رحيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون إن الذين كفروا لو أن لهم ما في الأرض جميعا ومثله معه ليفتدوا به من عذاب يوم القيامة ما تقبل منهم ولهم عذاب أليم.
മിൻ അജിലി ദാലിക. അജിൽ എന്ന് പറഞ്ഞാൽ വേണ്ടി. മിൻ അജിലി ദാലിക എന്ന് പറഞ്ഞാൽ അക്കാരണത്താൽ. അജിൽ എന്ന് പറഞ്ഞാൽ സബബ്, കാരണം. സബബ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും, സബബ് കാരണം. അജിൽ കാരണം. മിൻ അജിലി ദാലിക എന്നാണ് സാധാരണ ഉപയോഗം വരുന്നത്, അക്കാരണത്താൽ. മിൻ അജിലി ദാലിക, അക്കാരണത്താൽ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രയോഗ രീതിയാണ് മിൻ അജിലി ദാലിക. നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ആദം നബി അലൈഹി ഇസ്ലാമിയുടെ 2 മക്കൾ തമ്മിൽ നടന്ന അല്ലെങ്കിൽ ഒരു മകൻ മറ്റൊരു മകനെ വധിച്ച കാര്യമാണ് പറഞ്ഞു വന്നത്. അക്കാരണത്താൽ കതബന അലാ ബനി ഇസ്രായീല, ഇസ്രായേൽ സന്തതികൾക്ക് നാം വിധിച്ചു. കതബ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം, കുത്തിബ അലൈക്കും സിയാമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്രതം നിയമമാക്കിയിരിക്കുന്നു. അപ്പൊ കതബ എന്ന് പറഞ്ഞാൽ നിയമമാക്കി എന്നാണ്. അതേപോലെ ഇവിടെ എന്താണ്? കതബന, നാം അവർക്ക് വിധിച്ചു, നിയമമാക്കി. അലാ ബനി ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ. മൻ ഖതല നഫ്സൻ, ഏതൊരുവൻ ഒരു ആത്മാവിനെ വധിച്ചുവോ എന്ന് പറഞ്ഞാൽ ഒരാളിനെ വധിച്ചുവോ. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, മറ്റൊരു ആത്മാവിനെ കൂടാതെ. ഔ ഫസാദിൻ, അല്ലെങ്കിൽ ഔ ഫസാദിൻ ഫിൽ അർദ്, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയോ. കുഴപ്പം ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിനു പകരമായി അല്ലാതെ. ബിഗൈരി നഫ്സിൻ, ഒരു ആത്മാവിനെ കൂടാതെയോ. ഔ, അല്ലെങ്കിൽ ഫസാദിൻ, കുഴപ്പമുണ്ടാക്കിയതിന് പകരമായോ. ഫിൽ അർദ്, ഭൂമിയിൽ. ഫകഅന്നമ, അപ്പോൾ അവൻ കഅന്നമ, പോലെയാണ്. ഖതല നാസ ജമീഅൻ, ജനങ്ങളെ മുഴുവൻ കൊന്നതുപോലെയാണ്. ഈ പ്രയോഗം നിങ്ങൾ അടിവരയിട്ട് അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ നോട്ട് എഴുതി വെക്കണം. പഠിക്കുന്ന സമയത്തെല്ലാം നോട്ട് എഴുതിണ്ട്, രണ്ടാമത് കേൾക്കുമ്പോൾ നേരത്തെ നോട്ട് എഴുതി. എന്താ എഴുതേണ്ടത്? ഖതല നാസ, ജനങ്ങളെ വധിച്ചു. ജനങ്ങളെ വധിച്ചു. ആരെ വധിച്ചു? ജനങ്ങളിൽ ഏതെല്ലാം ആൾക്കാരെ വധിച്ചു? എത്ര പേരെ വധിച്ചു? കുറച്ചാണോ കൂടുതലാണോ ഭാഗികമായ ആണോ പൂർണ്ണമായാണോ? ആ വിശദീകരണമാണ് ജമീഅൻ. ജമീഅൻ, അതിന്റെ എന്താണ് വിശദീകരണമാണ് ജമീഅൻ. ചിലപ്പോൾ നമുക്ക് പറയാം അക്കൽത്തു സമക്ക, ഞാൻ മീൻ തിന്നു. നിസ്ഫഹ, ആദ്യം പറഞ്ഞെന്താ? അക്കൽത്തു സമക്ക, ഞാൻ മത്സ്യം തിന്നു, ഞാൻ മീൻ കഴിച്ചു. എത്രത്തോളം കഴിച്ചു? നിസ്ഫഹ, പകുതിയെ തിന്നുള്ളൂ. അപ്പൊ എന്തായി? സമക്ക് എത്രത്തോളം കഴിച്ചു, അതാണ് അതിന്റെ വിഷയം. അപ്പൊ നിസ്ഫഹ, പിന്നെ അത് നിസ്ബാക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. സമക്ക നിസ്ഫഹ. അപ്പൊ അതേപോലെ ഖതല നാസ ജമീഅൻ, ജനങ്ങളെ കൊന്നു. ആരുടെ? ജനങ്ങളിൽ എത്ര പേര്? ജമീഅൻ, എല്ലാത്തിനും. ഇനി നമ്മൾ അങ്ങോട്ട് അടുത്ത പാഠത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഗ്രാമറും മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരണത്തിലേക്ക് വരാം. ഇത് ഒരു പ്രയോഗത്തിൽ വരുന്ന സംഭവമാണ്. ഭാഷ നമ്മൾ ആ ഗ്രാമർ പഠിച്ചിട്ടില്ല, അങ്ങനെ ഒരു ഭാഗമുണ്ട്. ഖതല നാസ ജമീഅൻ, എല്ലാവരെയും. ഒമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യ നാസ ജമീഅൻ. അതിൽ അഹ്യാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഗൈരി നഫ്സിൻ എന്ന് നേരത്തെ പറഞ്ഞില്ല. അല്ല, മൻ ഖതല നഫ്സൻ എന്ന് പറഞ്ഞല്ലോ. മൻ ഖതല നഫ്സൻ, ഒരു ആത്മാവിനെ, ഒരു മനുഷ്യനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ. അതേപോലെ ഒമൻ അഹ്യാഹ, അതിൽ ഒരുത്തനെ ആരെങ്കിലും ജീവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. ഫകഅന്നമാ അഹ്യ നാസ ജമീഅ, ജനങ്ങൾ മുഴുവൻ ജീവിപ്പിച്ചതുപോലെയാണ്. വലഖദ് ജാഅത്ഹും റസുലുനാ ബിൽ ബയ്യിനാതി സുമ്മ ഇന്ന കസീറൻ മിൻഹും ബഅദ ദാലിക ഫിദൗല മുസ്ലിമീൻ. ഈ വക കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ലഖദ് ജാഅത്ഹും റസുലുനാ, നമ്മുടെ ദൂതന്മാർ അവരുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ദൂതന്മാർ നമ്മുടെ ദൂതന്മാർ അവരുടെ അടുക്കൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബിൽ ബയ്യിനാതി, അവർ ഊഹാപോഹങ്ങളല്ല പഠിപ്പിച്ചത്. എന്താണ്? ബയ്യിനാത്താണ് പഠിപ്പിച്ചത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സംഗതികളാണ് അവര് പഠിപ്പിച്ചത്.
സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി, തെളിവുകളുമായി, പ്രമാണങ്ങളുമായി. സുമ്മ ഇന്ന കസീറൻ മിൻഹും ബഅദ ദാലിക, പിന്നീട് കസീറൻ മിൻഹും, കസീർ ഭൂരിപക്ഷം, ഭൂരിപക്ഷം എവിടെയാണ്? ബഅദ ദാലിക, അതിനുശേഷം ഫിൽ അർളി, ഭൂമിയിൽ, ലമുസ്രിഫൂൻ, എന്താണ്? അതിക്രമം ചെയ്യുന്നു, അതിക്രമകാരികളാണ്. അസ്രഫ, പരിധി കവിഞ്ഞു. ദുർവ്യയം ചെയ്തെന്ന് നമ്മൾ പറയുമല്ലോ, ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ദുർവ്യയം ചെയ്ത്, പരിധി കവിഞ്ഞ് പോയവരാണ്. അതിക്രമകാരികളായിരിക്കുന്നു. അപ്പൊ ഭൂരിപക്ഷം, അപ്പൊ അതിന് ആദ്യം പറയേണ്ടത്, ഒരാളെ വധിച്ചാൽ അവൻ മനുഷ്യകുലത്തിന് മുഴുവൻ നാശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരാളെ വധിച്ചാൽ അതെന്താണ്? ഒരു വൈറസാണ്. ഒരാൾ വേറൊരാളെ വധിച്ചു എന്ന സംഭവം എന്താണ്? അതൊരു വൈറസാണ്. നിപ്പ വൈറസ് പോലെയല്ല, കോവിഡ് വൈറസ് പോലെയല്ല, അതുപോലെ മറ്റൊരു വൈറസിനെയും പോലെയല്ല. കാരണം അതൊന്നും വൈറസ് അല്ല, അതൊന്നും ഉപദ്രവകാരികളല്ല. ആ വൈറസുകളൊന്നും എന്തല്ല? ഉപദ്രവകാരികളല്ല. പക്ഷേ ഉപദ്രവകാരികളായ ഒരു വൈറസാണ്, ഉപദ്രവകാരിയായ ഒരു വൈറസാണ് ഒരാളെ കൊന്നു. എന്താണ്? പിന്നീട് ജനങ്ങൾക്ക് അങ്ങനെ വധത്തോട് ഒരു 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 അഴകുഴമ്പൻ ഉണ്ടായിത്തീരും. അതങ്ങനെ വ്യാപിക്കും, അതെല്ലാവരിലും വ്യാപിക്കും. കൊലയ്ക്കും അക്രമത്തിനും ഒന്നും ഒരു കണക്കും ഒരു ഇതും ഇല്ലല്ലോ, ഒരു ഉളുപ്പും ഇല്ലാത്ത അവസ്ഥയായി മാറില്ലേ. അപ്പൊ ആദ്യം ഇത് പഠിപ്പിച്ചവനാണ് എല്ലാത്തിനും കാരണക്കാരൻ. ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ മുഴുവൻ ജനങ്ങളെയും കൊന്നതുപോലെയാണ്. കാരണം അവൻ എന്താണ്? ജനങ്ങൾക്ക് വധത്തോട് ഒരു അറപ്പില്ലാത്ത അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നു. അതേപോലെ അവൻ അഹ്യാഹ, ഒരു ആത്മാവിനെ ജീവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ അവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അവനെന്ത് ചെയ്യാണ്? ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. തന്റെ ജീവൻ പണയം വെച്ച് പോലും, കണ്ടില്ലേ നമ്മള് പലരെയും രക്ഷപ്പെടുത്തിയ ആള് അപകടത്തിൽപ്പെട്ട് മരിക്കുകയാണ്. വേറെ ചില ആൾക്കാർ അവരുടെ ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ട് തീയിലും വെള്ളത്തിലും ഒക്കെ എടുത്ത് ചാടി മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുകയാണ്. അതൊക്കെ എന്താണ്? അതൊക്കെ മഹനീയമായ മാതൃകകളാണ്, ജീവന് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പണികളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൂതന്മാർ വരുന്നത് എന്തും കൊണ്ടാണ്? സുവ്യക്തമായ തെളിവുകളുമായിട്ടാണ്, പ്രമാണങ്ങളുമായി. പിന്നീട് ബഹുഭൂരിപക്ഷം എന്തായി മാറുന്നു? അതിക്രമകാരികളായി മാറും. അപ്പോ കുറെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നു, എല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത്, പിന്നെ നമ്മൾ എന്തിനാ തിരിച്ചു ചെയ്യണം എന്ന് ചോദിച്ചു കളയരുത്. നമ്മൾ ചെയ്യേണ്ടത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്താണ്. യഥാർത്ഥത്തിൽ എന്താണ്? പക്ഷത്താണ് നമ്മൾ നിൽക്കേണ്ടത്. ബഹുഭൂരിപക്ഷം എവിടെയായിരിക്കും ഉണ്ടാവുക? അതിക്രമത്തിലായിരിക്കും ഉണ്ടാവുക. ഭൂരിപക്ഷം എന്നത് ഒരിക്കലും എന്തില്ല, ഒരു തെളിവല്ല, അല്ലെങ്കിൽ ഭൂരിപക്ഷം ചെയ്യുന്നു എന്നത് ഒരു ന്യായീകരണം അല്ല. ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു, ഇക്കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാണ്? ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു. ഹാറബ, യുദ്ധം ചെയ്തു. ഹാറബ, ഖാതല. ഹാറബ അർത്ഥം എന്താ? ഖാതല, യുദ്ധം ചെയ്തു. അപ്പോ ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ, അള്ളയോട് യുദ്ധം ചെയ്തവന്റെ പ്രതിഫലം, അവനുള്ള ശിക്ഷ എന്നർത്ഥം. വറസൂലഹു, യുഹാരിബൂന അല്ലാഹ വറസൂലഹു, അവന്റെ ദൂതനോടും, അള്ളയോടും അവന്റെ ദൂതനോടും യുദ്ധം ചെയ്തവർ. വയസ്ഔന ഫിൽ അർളി ഫസാദ, അത് മുഖേന അവൻ എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നു. ഫസാദൻ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കും. യസ്ഔന ഫിൽ അർളി ഫസാദ. അയ്യുഖത്തലു, അവരുടെ പ്രതിഫലം, അവരുടെ കൂലി എന്താണ്? അയ്യുഖത്തലു, വധിക്കപ്പെടുക എന്നതാണ്. അപ്പോ കത്തല എന്ന് പറഞ്ഞാൽ എന്താ?
വധിച്ചു. ആ കത്തല എന്ന് പറഞ്ഞാലോ ആ അതും വധിച്ചു എന്ന് തന്നെയാണ്. പക്ഷേ അക്ഷരത്തിന്റെ എണ്ണം കൂടുമ്പോ എന്തായി? പൂജ്യമായി വധിച്ചു. ആ തീവ്രത കൂടി, ഇന്റൻസിറ്റി കൂടി. തീവ്രത കൂടി. ഇന്റൻസിറ്റി കൂടി. അറിവല്ല ചെയ്യപ്പെടണം അവൻ. കാരണം എന്താ? അള്ളയോടും റസൂലിനോടും അവൻ യുദ്ധം പ്രഖ്യാപിച്ചു. അള്ളയോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അള്ളയുടെയും റസൂലിന്റെയും നിയമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ആ നിയമത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നാണ്. അല്ലാതെ അള്ളയോട് നേരിട്ട് അങ്ങനെ യുദ്ധം ചെയ്യാൻ അങ്ങനെയല്ലല്ലോ സംഭവം. റസൂല് മരിച്ചുപോയി, റസൂലിനോട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ റസൂലും അള്ളയും റസൂലും പറഞ്ഞ നിയമങ്ങൾ നടപ്പിലാകുന്ന സ്ഥലത്ത് അവൻ അതിനെതിരിൽ പ്രവർത്തിച്ചു. അഥവാ ഇസ്ലാമിക ഭരണകൂടം, ഇസ്ലാമിക വ്യവസ്ഥിതി ഉള്ള സ്ഥലത്ത് ആ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അത് മുഖേന എന്തായിത്തീരുന്നു? ഫസാദിൽ ഭൂമിയിൽ കുഴപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുകയാണ് അവൻ ചെയ്യുന്നത്. അത് മാത്രമായാലും യുദ്ധം പ്രഖ്യാപിക്കലാണ് യഥാർത്ഥത്തിൽ. അത് യുദ്ധം പ്രഖ്യാപിച്ചാൽ ഇതുണ്ടാകലാണ് സംഭവം. രണ്ടായാലും അവൻ എന്താണ്? ഫസാദിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക വ്യവസ്ഥ നടപ്പാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ നീതിന്യായ വ്യവസ്ഥ നിലവിലുണ്ട് എന്നാണ്. അപ്പൊ നീതിന്യായ വ്യവസ്ഥ നിലവിലുള്ള ഒരു പ്രദേശത്ത് അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അനീതിയും അക്രമവും അവിടെ നടമാടാൻ അവൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവിടെ നടപ്പാക്കാൻ അവൻ ശ്രമിക്കുന്നു എന്നാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? കൊല്ലപ്പെടണം. അപ്പോ അഫ്ആൽ ഖംസയിലെ നൂന് പോയ എന്താ കാര്യം? അൻവന്ന് നെസ്ബ് ചെയ്തപ്പോൾ നൂന് പോയതാണ്. അപ്പോ എന്ന് പറഞ്ഞിട്ട് എല്ലാം എന്താണ്? നൂന് പോയത്. കാരണം ഔ ഉപയോഗിച്ച് നമ്മൾ വാ ഉപയോഗിച്ച് ബന്ധപ്പെടുത്തുന്നത് പോലെ തന്നെ ഔ ഉപയോഗിച്ചും എന്ത് ചെയ്യാം? ബന്ധപ്പെടുത്തുക. ജസ്മിയതല്ല, ബന്ധപ്പെടുത്തുക. വാ ഉപയോഗിച്ചില്ലേ? അപ്പൊ വാ ഉപയോഗിച്ച് ബന്ധപ്പെടുത്തിയാൽ, തൊട്ട് മുമ്പുള്ളവനോട് ബന്ധപ്പെടുത്തിയാൽ മുമ്പുള്ളതിന്റെ നിയമം ഇതിനും ബാധകമാവും. അതേപോലെ ഇവിടെ വാ ഇത് ചെയ്തു, ഇതും ചെയ്തു എന്ന് പറയുമ്പോഴാണ് വാ വരുന്നത്. അതല്ലെങ്കിൽ ഇത് ചെയ്തു എന്ന് പറയുമ്പോഴാണ് ഔ വരുന്നത്. ഔ പഠിക്കാത്തവരൊക്കെ സൂറത്തിൽ അലക്ക് പഠിക്കണം. ഔ യുസല്ലബു. അപ്പൊ എന്ത് ചെയ്യണം? അവൻ വധിക്കപ്പെടണം. ഔ യുസല്ലബു, അവൻ സല്ലബ അതെ അതെ. സൂറത്ത് നിസായിൽ നമ്മൾ എന്ത് പഠിച്ചു? യഖീന എന്ന് പറഞ്ഞില്ല. അത് ഇതിലാണോ അതിലാണോ? അതെ. അപ്പൊ സലബ എന്ന് പറഞ്ഞാലും സല്ലബ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. കുരിശിലേറ്റി. കുരിശിലേറ്റുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിർത്തുക. അവിടെ എന്ത് ചെയ്യുന്നു? ആ കയ്യിലെ അപ്പുറത്തെ കയ്യിലും ഇപ്പുറത്തെ കയ്യിലും അതേപോലെ തലയിലും അകത്തൊക്കെ ആണി തറച്ച് നിർത്തുക. അതായിരുന്നു അന്ന് നടത്തിയിരുന്ന ശിക്ഷാവിധികളിൽ ഒന്ന്. ചാട്ടവറടിക്കുക, അതുപോലെ ഒരു ശിക്ഷാവിധിയാണ് കുരിശിലേറ്റുക എന്നത്. അപ്പൊ തൂക്കിക്കൊല്ലുക എന്ന് നമ്മളിപ്പോ പറയുന്നത് പോലെ അന്ന് മരിക്കുന്നവരെ കുരിശിലേറ്റുക. അപ്പോ ഔ യുസല്ലബു, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടണം. ക്രൂശിക്കുക എന്ന് പറഞ്ഞാലുള്ള ശരിക്കുള്ള വാക്ക് ഇതാണ്, കുരിശിലേറ്റപ്പെടുക എന്നാണ്. ഔ തുഖത്ത ഐദീഹിം, ഔ തുഖത്ത, അല്ലെങ്കിൽ കത്ത മുറിച്ചു. തുഖത്ത മുറിക്കപ്പെടും. തുഖത്ത കത്ത മുറിച്ചു. കത്ത എന്ന് പറഞ്ഞാലും കത്ത എന്ന് പറഞ്ഞാൽ ഒരർത്ഥം നേരത്തെ പറഞ്ഞതുപോലെ കത്തലയും കത്തല എന്ന് പറഞ്ഞതുപോലെയുള്ള വ്യത്യാസമാണ്. രണ്ടും തന്നിട്ടുണ്ട്. കത്ത എന്ന് പറഞ്ഞാലും കത്ത എന്ന് പറഞ്ഞാലും.
കത്താ മുറിച്ചു, കത്താ ചെയ്തു മുറിച്ചു, മുറിച്ചു. നല്ലൊരു മുറി കത്ത മുറിച്ചു. ആ എന്ന് പറഞ്ഞാല് ഹൃദയം മുറിച്ചു, ഹൃദയം മുറിച്ചു. ഹൃദയം മുറിച്ചു. ഓരോന്നിനും ഓരോ രീതിയിലാണ് ഇന്റൻസിറ്റി വരിക. അപ്പൊ ഇവിടെ നേരത്തെ സ്വലഭ എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. മാ സലബൂഹു എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ എന്താണ്? യുസല്ലബു ഔ യുസല്ലബു, ക്രൂശിക്കപ്പെടണം. അപ്പൊ എന്ത് ചെയ്തു? അവിടെ ദയ നോക്കാൻ പാടില്ല അവരോട്. കാരണം അവരെന്താണ്? അവര് നീതിന്യായ വ്യവസ്ഥയോട് സമരം പ്രഖ്യാപിച്ചിരിക്കുക. അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിയമങ്ങൾക്ക് നിയമങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവർ. ആ നിയമങ്ങൾക്കെതിരിൽ മറ്റു നിയമം നടപ്പാക്കാൻ ശ്രമിച്ചതാണ് അവർ. അപ്പൊ അതുകൊണ്ട് അവിടെ നീ എന്ത് ചെയ്യാൻ പാടില്ല? ലാ തഅഖുദുകും ബിഹിമാ അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദത്തിൻ എന്ന് പറഞ്ഞില്ലേ? ലാ തഅഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹ് എന്ന് പറഞ്ഞു. അള്ളാഹിന്റെ ദീൻ നടപ്പാക്കുന്നിടത്ത് അവരോട് കൃപ കാണിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ ഇവിടെ ഒരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ആ ക്രിമിനൽ കുറ്റം ചെയ്ത ആളോട് ദയ കാണിക്കാൻ പാടില്ല. കാരണം അവർ സമൂഹത്തോട് തന്നെയാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയോട് ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താണ്? അത് ആ സമൂഹത്തിന് ഒന്നടങ്കം ബാധകമാകുന്നു എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവരുടെ കരം ഛേദിക്കപ്പെടണം. അപ്പൊ ഈ കത്ത എന്നത് എങ്ങനെയാണ് തുക്കത്ത എന്ന് വന്നത്? ഐദീഹിം, അവരുടെ കരങ്ങൾ ഛേദിക്കപ്പെടണം. അതിലേക്ക് എങ്ങനെ? അല്ല, തുക്കത്ത എങ്ങനെ വന്നു? കത്ത എന്ന മാളി, ആ മാളിയെ എങ്ങനെയാണ് തുക്കത്ത എന്ന രൂപത്തിലേക്ക് വന്നത്? ഷേഖ് എന്താ പറഞ്ഞു? ശരീരത്തിന്റെ ഭാഗങ്ങളിൽ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കാം. ഭാഗങ്ങൾ സ്ത്രീലിംഗമായിട്ടും ഉപയോഗിക്കാം. ജോഡി ആയിട്ടുള്ളത്. അതന്നെ ജോഡിയായിട്ട്. ഐദി. അപ്പൊ ഐദി എന്നത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് കത്ത എന്നത് എന്താണ്? ഈ കത്ത യുകത്യ എന്നാണ് വരേണ്ടത്. കത്ത യുകത്യ, കത്ത മുറിച്ചു, യുകത്യ മുറിക്കും, മൂന്നായി. അപ്പൊ യുകത്യ എന്നത് എന്തായി? പിന്നെന്തായി? തുകത്യ എന്നാണ്. തുകത്യ. അപ്പോ ഐദായതുകൊണ്ട് തുകത്യ എന്നും അല്ല, തുകത്യ. പിന്നെ എന്തായി? അതിനെ മജ്ഹൂലാക്കിയപ്പോൾ തുകത്തഉ എന്നുള്ള അമ്മാണ് അൻ മുൻകടന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഔ ചേർത്തതിനോട്, അൻ മുൻകടന്നതിനോട്, അൻ വന്ന ക്രിയയോട് ഔ കൊണ്ട് ബന്ധപ്പെടുത്തി. അൻയുക്കത്തലു അവിടെ നെസ്ബ് ചെയ്തപ്പോൾ ലൂന് പോയി. ഇവിടെ തുകത്തഉ എന്നിടത്ത് അന്നുമായിട്ട് ബന്ധപ്പെടുത്തിയപ്പോൾ നെസ്ബ് കൊണ്ട് നെസ്ബ് ചെയ്തു. അത്തഹത്തെ കൊണ്ട് നെസ്ബ് ചെയ്തു. ഔ തുകത്ത ഐദീഹിം. അപ്പോ ഐദിൻ എന്നുള്ളത് എന്തായി? ഐദി എന്നായി. ഐദിൻ എന്താണ്? നമ്മൾ യദുൻ ഐദിൻ എന്നാണ് നമ്മൾ ബഹുവചനം പറയുന്നത്. പക്ഷെ ഹിമ്മിലേക്ക് ഇളാമത്ത് ചെയ്യുമ്പോഴത്തേക്ക് അതിന് പോയ അക്ഷരം തിരിച്ചു വരും. കാരണം അപ്പോൾ അവസാനത്തെ അക്ഷരത്തിന് അടയാളം കൊടുക്കുന്ന പ്രശ്നം വരുന്നില്ല. ഐദീഹിം വ അർജുലുഹും, കരങ്ങൾ മാത്രം ഛേദിച്ചാൽ പോരാ, കാലുകളും ഛേദിക്കപ്പെടണം. മാർജുലുഹും, കാലുകളും ഛേദിക്കപ്പെടണം. മിൻ ഖിലാഫിൻ. മിൻ ഖിലാഫിൻ എന്ന് പറഞ്ഞാൽ, ഖിലാഫ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം, അഭിപ്രായ വ്യത്യാസം, എതിർപ്പ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഓപ്പോസിറ്റ്. ഖൽഫ് എന്ന് പറഞ്ഞാൽ പിന്നിൽ, അമാമ മുന്നിൽ. അപ്പൊ വലത് കൈയാണ് മുറിക്കുന്നതെങ്കിൽ ഇടത് കാലം മുറിക്കണം. ഔ യുൻഫൗ മിനല്ലാഹ്. ഔ യുൻഫൗ മിനല്ലാഹ്. നഫ യൻഫി എന്ന് പറഞ്ഞാൽ അകറ്റി, നാടുകടത്തി എന്നൊക്കെയുള്ള അർത്ഥമാണ് നഫ. ഭൂമിയിൽ നിന്ന് നാട് കടത്തുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്? ഭൂമിയിൽ നിന്ന് നാട് കടത്തി ചന്ദ്രനിലേക്ക് വിടുക. ശരി.
ഔ യുംഫൗ മിനൽ അർള് എന്ന് പറഞ്ഞാൽ അർളിന്റെ ഉദ്ദേശം എന്താണ്? ആ പ്രദേശത്ത് നിന്നും അവൻ എന്ത് ചെയ്യണം? കടത്തണം എന്നർത്ഥം. അതിനാണ് അർള് എന്ന് പറഞ്ഞാല് പ്ലാനറ്റ് അല്ല ഉദ്ദേശം, ആ സ്ഥലം. ആ സ്ഥലത്ത് നിന്നും കടന്നു എന്നർത്ഥം. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഹാക്കിമിന്റെ, അതായത് ഹാക്കിം എന്ന് പറഞ്ഞ ജഡ്ജിന്റെ വിവേചനാധികാരത്തിൽപ്പെട്ട സംഗതിയാണ് അയാളെ എന്ത് ചെയ്യണം. ഇവിടെ ഔ അതല്ലെങ്കിൽ എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ എന്ത് നിയമം എടുക്കണം? യുക്കത്തലു ഒന്നിൽ വധിക്കപ്പെടണം, ഔ യുസല്ലബു അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടണം, ഔ തുഖത്ത ഐദീഹിം വർജുലുഹും മിൻ ഖിലാഫിൻ അല്ലെങ്കിൽ കൈകളും കാലുകളും വിപരീത ദിശയിൽ ഛേദിക്കപ്പെടണം, ഔ യുൻഫൗ മിനൽ അർദ് അല്ലെങ്കിൽ നാട് കടത്തപ്പെടണം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാൻ ആർക്ക് അധികാരമുണ്ട്? ജഡ്ജിന് അധികാരമുണ്ട്. ഒരു അഭിപ്രായ പ്രകാരം ജഡ്ജിന് അധികാരമുണ്ട് അത് ഏത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. 2, എല്ലാ കുറ്റങ്ങൾക്കും ഒരേ ശിക്ഷയല്ല, മറിച്ച് തെറ്റിന്റെ തീവ്രത അനുസരിച്ച് ഉചിതമായ ശിക്ഷ സ്വീകരിക്കാം. അത് അവർക്ക് എന്താണ്? ഖിസ്യുൻ ഫി ദുനിയ, നിന്ദ്യത. ضربت عليهم الذلة البقرة ബഖറയിൽ പഠിച്ചിട്ടുണ്ട്. അൽബക്രയില് ഖിസ്യുൻ ഫി ദുനിയ, അവർക്ക് ഭൂമിയിൽ എന്താണ്? നിന്ദ്യതയാണ്. അവർക്ക് ഭൂമിയിൽ അതെന്തല്ല, അതൊരു ശിക്ഷയല്ല. യഥാർത്ഥത്തിൽ അവർക്ക് അവർ ചെയ്ത കുറ്റത്തിന് ശരിയായ ശിക്ഷ ഇവിടെ ലഭിക്കുന്നില്ല, മറിച്ച് ശരിയായ ശിക്ഷ എവിടെ ലഭിക്കുന്നത്? അത് പരലോകത്ത്. അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു? അവരെ നിന്ദ്യനാക്കുന്നു. വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം, അവർക്ക് പരലോകത്ത് ഭയാനകമായ ശിക്ഷ പിന്നെയുമുണ്ട്. ഇല്ലല്ലദീന താബൂ, പശ്ചാത്തപിച്ച് മടങ്ങിയവരൊഴികെ, മിൻ ഖബ്ലി അൻ തഖ്ദിറു അലൈഹിം, ഖദറ യഖ്ദിറു കഴിവുണ്ടായി, അൻ തഖ്ദിറു അലൈഹിം നിങ്ങൾക്ക് അവരുടെ മേൽ കഴിവുണ്ടാകുന്നതിന് മുമ്പ്, അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യുക? അവര് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാണ്? പിന്നെ അല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു പുറത്തെടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യുന്നവനാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെയും ആ തെറ്റിന്റെ ഇതനുസരിച്ച് അവിടെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞില്ല അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹ് മക്കയുടെ സമയത്ത് എന്ത് ചെയ്തു? ഇദ്ഹബൂ അൻതും മുത്തലഖാ എന്ന് പറഞ്ഞു, എല്ലാവരും പൊയ്ക്കോളി, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളുടെ മേൽ യാതൊരു പ്രതിക്രിയയും ഇല്ല, പ്രതികാര നടപടികളും ഇല്ല. സഹാബികളെ ഏതെല്ലാം നിലയിൽ മർദ്ദിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തവരാണ്. പക്ഷേ അവിടെ വെച്ച് എന്ത് ചെയ്തു? ചിലരെ എവിടെ വെച്ച് കണ്ടാലും വധിക്കണമെന്ന് ഒരു എക്സെപ്ഷനും കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ അവസ്ഥകൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് പശ്ചാത്തപിച്ച് മടങ്ങിയവരൊഴികെ അവരെന്ത് ചെയ്യാം? അവരെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാം. ഗഫൂർ റഹീം, അറിയുക അള്ളാഹ് പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത്തഖുള്ള പറഞ്ഞതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത്തഖുള്ള പറഞ്ഞ സ്ഥലത്ത് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മറ്റൊരു വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ക്രിമിനൽ നിയമം നടപ്പാക്കുന്ന വിഷയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിമിനൽ നിയമം നടപ്പാക്കുന്ന കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? വിശ്വാസികളെ നിങ്ങൾ തഖ്വ പാലിക്കുക, അവിടെ നിങ്ങൾ ദൈവഭക്തി ഉണ്ടായിരിക്കണം. അപ്പൊ ക്രിമിനൽ നിയമം നടപ്പാക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അതിരേത് ചെയ്യാൻ പാടില്ല. അതേസമയം നിങ്ങൾ അവരോട് നിയമം നടപ്പാക്കുന്ന കാര്യത്തിൽ കൃപയും ദയവും ഒന്നും പാടില്ല. കാരണം എന്താണ്? നിയമം ഒരു സമൂഹത്തെ ഒന്നായി കണ്ടുകൊണ്ടാണ് നിയമം നടപ്പാക്കുന്നത്. കാരണം ഒരു സ്റ്റേറ്റിനെ കണ്ടുകൊണ്ടല്ല, ഒരു സ്റ്റേറ്റിനെ പോലും കണ്ടുകൊണ്ടല്ല നിയമം നടപ്പാക്കുന്നത്, ഒരു സമൂഹത്തെ ഒന്നായി കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് നിയമം നടപ്പാക്കുന്നിടത്ത് നിങ്ങൾക്ക് കൃപയുണ്ടാകാൻ പാടില്ല, അതേസമയം അതില് അധിക വിച്ചലും ഉണ്ടാകാൻ പാടില്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളയോട്
തഖ്വയുള്ളവനായിരിക്കണം. ഇത്തഖുല്ലാ, സൂക്ഷ്മത പാലിക്കണം. അപ്പൊ അവിടെ പറഞ്ഞു, നീ ഇവിടെ പറഞ്ഞ തഖ്വ എന്തല്ല? നെറ്റിയിൽ നമസ്കാരത്തിടുമ്പോ അല്ലെങ്കിൽ ദിക്റിന്റെ എണ്ണമൊന്നും അല്ല. ഏത് വിഷയത്തിലും ദൈവഭക്തി ഉണ്ടായിരിക്കണം. ആ ദൈവഭക്തി ഈ വിഷയത്തിലും ഉണ്ടാകണം എന്നാണ്. അബ്തഹു ഇലൈഹിൽ വസീലത്ത. അപ്പൊ എന്താണ് നമ്മൾ വസീലത്ത് എല്ലാ ദിവസവും പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഓ ബാങ്കിന്റെ ബാങ്ക് കേട്ടോട്ട് നമ്മൾ പറയും ആത്തി മുഹമ്മദൻ അൽ വസീലത്ത വൽ ഫളീലത്ത. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വസീലത്ത് കൊടുക്കണമേ, നമ്മുടെ സാമീപ്യം, വൽ ഫളീലത്ത് ശ്രേഷ്ഠ പദവി. അപ്പൊ നിങ്ങൾ സാമീപ്യം നേടേണ്ടത് ആരോടാണ്? ഭൂമിയിലെ ഒരു വ്യക്തികളോടുമല്ല. നിങ്ങൾക്ക് ഭൂമിയിലെ വ്യക്തികളോട് സാമീപ്യം വേണ്ടെന്നല്ല, അവിടെ ഉണ്ടാകേണ്ട സാമീപ്യം മറ്റൊന്നാണ്. പക്ഷേ നിങ്ങൾ അള്ളയോട് ഭക്തിയുള്ളവനാകണം, പിന്നീട് അവനോട് സാമീപ്യം തേടണം. അപ്പോ അള്ളയോട് സാമീപ്യം നേടാൻ എന്താ ചെയ്യേണ്ടത്? തഖ്വ ഉണ്ടായിരിക്കണം. അല്ലാതെ വേറൊരാളിനെ മധ്യവർത്തിയാക്കിക്കൊണ്ടല്ല വസീലത്ത് ചെയ്യേണ്ടത്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല, മറിച്ച് ഇത്തഖുല്ലാഹ് വബ്തഗൂ ഇലൈഹിൽ വസീല. അത് പരസ്പരം അടുത്തടുത്ത് പറഞ്ഞ കാര്യം നമ്മൾ പരസ്പരം ബന്ധപ്പെടുത്തി വായിക്കണം. നിങ്ങൾ അള്ളയുമായിട്ട് ഭക്തിയുള്ളവരായാൽ അവനോട് വസീലത്തുണ്ടാകും. അള്ളയോട് എത്രത്തോളം ഭക്തി ഉണ്ടാകുന്നു അത്രത്തോളം നമുക്ക് എന്താകും? അള്ളയുമായി സാമീപ്യം ഉണ്ടാകും. തഖ്വ ചെയ്യുക, ഇഹ്സാനിയത്തുണ്ടാവുക, അങ്ങനെ ഈമാൻ ഉണ്ടാവുക, ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കുക, ഇസ്ലാം ഉണ്ടാവുക, സമർപ്പണം ഉണ്ടാവുക, വിശ്വാസം ഉണ്ടാവുക, സമർപ്പണം ഉണ്ടാവുക, ദൈവഭക്തി ഉണ്ടാവുക, ദൈവഭയം ഉണ്ടാവുക, ഇഹ്സാനിയത്ത് ഉണ്ടാവുക, എപ്പോഴും അവൻ നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചിന്താഗതി ഉണ്ടാവുക. അതിൽ നാം നൈരന്തര്യം പാലിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വസീലത്ത് കിട്ടും. നിർബന്ധമായ കാര്യങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുക, അതേപോലെ സുന്നത്താക്കപ്പെട്ട കാര്യങ്ങൾ ഉത്സാഹം കാണിക്കുക. ആ സുന്നത്താക്കപ്പെട്ട കാര്യങ്ങൾ യഥാവിധി നിർവഹിക്കുക, അല്ലെങ്കിൽ അതിനെ ഉത്സാഹം കാണിക്കുക, അത് വളരെ സന്തോഷപൂർവ്വം നിർവഹിക്കുക. അങ്ങനെ കൂടുതൽ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അല്ലാഹുമായി ജാഹിദു ഫീ സബീലിഹി, അവന്റെ മാർഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പണിയെടുക്കണം, കഷ്ടപ്പെടണം, വിയർപ്പൊഴുക്കണം, അല്ലേ? ഒരു മരം നട്ടാൽ വളരണമെങ്കിൽ എന്ത് ചെയ്യണം? മരം നട്ടാൽ വളരണമെങ്കിൽ അതിന് വെള്ളം ഒഴിക്കണം, വളം കൊടുക്കണം. നമ്മൾ മെനക്കെടാതെ നമ്മൾ നട്ട മരം വളരില്ല. അപ്പൊ പ്രസ്ഥാനങ്ങളും ആശയങ്ങളും വ്യവസ്ഥിതികളും വളർന്ന് പന്തലിക്കണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ, അത് മൂടറയ്ക്കണമെങ്കിൽ എന്ത് വേണം? നിരന്തരം പരിശ്രമിക്കണം. നിരന്തരം പരിശ്രമിക്കണം. അതാ പറഞ്ഞത് ജാഹിദു ഫീ സബീലിഹി. അപ്പൊ തഖ്വ പാലിക്കുക എന്നിടത്ത് നേരത്തെ ഞാൻ പറഞ്ഞു, ദിക്റും സ്വലാത്തും ചൊല്ലിക്കൊണ്ടിരുന്നാല് തഖ്വയാകൂല. അള്ളാന്റെ നിയമങ്ങൾ ഓരോന്നും നടപ്പാക്കുന്ന സമയത്ത് കൃത്യമായത് വളരെ ഉചിതമായ രീതിയിൽ നടപ്പാക്കുമ്പോൾ എന്തായി? അത് ദൈവഭക്തിയുടെ ഭാഗമാണ്. അതേപോലെ അവനോട് സാമീപ്യം ഉണ്ടാകണം. അപ്പോ അള്ളയോട് സാമീപ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒഴിഞ്ഞിരുന്ന് അവനെ ഓർമ്മിച്ചുകൊണ്ട് അവന്റെ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല വസീലത്ത് നേടാനുള്ള മാർഗം. മറിച്ച് എന്താ? ജാഹിദു ഫീ സബീലിഹി, അവന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ അർപ്പിക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, അപ്പോഴേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ. നമ്മൾ ഈ ജിഹാദും അതേപോലെ അതുമായി അനുബന്ധമായ കാര്യങ്ങളൊക്കെ എപ്പോൾ വിട്ടുകളഞ്ഞോ അത് കാരണമായിട്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? പരാജയം അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് എന്നർത്ഥം. ലാലിയുടെ അർത്ഥം എന്താണ്? ആര് പറഞ്ഞു? അയക്കാന്ന് പറഞ്ഞ അർത്ഥം പറഞ്ഞാരാ? നമ്മൾ അങ്ങനെ ഒരു അർത്ഥം ഇതുവരെ പറഞ്ഞിട്ടില്ല. ലാലിലേക്ക് അയക്കാവുന്ന അർത്ഥമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഖുർആനിൽ വന്നിട്ടുണ്ട് അത് നമ്മൾ ലാലിനെ പഠിപ്പിച്ചെടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.
ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാം, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നിങ്ങൾ വിജയിച്ചേക്കാമെന്നാണോ? നിങ്ങൾ വിജയിക്കാൻ വേണ്ടി എന്നാണ്. ലീക്കൈ എന്ന് തഫ്സീറിൽ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് എന്റെ അഭിപ്രായമല്ല. എനിക്കിത് ആദ്യം എന്റെ ബോധത്തിൽ കൊണ്ടുതരുന്നത്, ഞാൻ സൗദി അറേബ്യയിൽ വെച്ച് എന്നെ തജ്വീദ് പഠിപ്പിക്കുന്ന ഷേഖ്, അദ്ദേഹം വസീല ഇത് കിട്ടിയ ആളാണ്, എന്താ പറയാ, സിൽസില കിട്ടിയ ആളാണ്. നബിസ്വല്ലല്ലാഹു നിന്നും വാമൊഴിയായി കേട്ടു പഠിച്ച ആൾക്കാരുടെ പരമ്പര കിട്ടിയ ആളാണ്. അപ്പൊ അദ്ദേഹം തജ്വീദ് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം ചില ഇതുണ്ട്, അദ്ദേഹം പോയിന്റുകളൊക്കെ മുസാഹിബിന്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പോയിന്റുകളൊക്കെ തജ്വീദ് പഠിപ്പിക്കുമ്പോഴും പറഞ്ഞത്. അപ്പൊ അല്ലേ ഖുർആനിൽ വന്നിരിക്കുന്നത് അധികവും എന്താണ്? ആകുന്നതിന് വേണ്ടി എന്നാണ്. പിന്നീട് ഞാൻ അത് അറബി തഫ്സീറിൽ വായിച്ചപ്പോഴാണ് അങ്ങനെ എഴുതിയിട്ടുണ്ട് അവിടെ. ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് പറഞ്ഞാൽ ലികൈ തുഫ്ലിഹൂ, നിങ്ങൾ ജയിക്കുന്നതിന് വേണ്ടി എന്നാണ്. അല്ലാതെ ആയിരിക്കാം എന്നല്ല. നോമ്പിന്റെ ആയത്ത് പറയുന്നിടത്ത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായിരിക്കാം, അങ്ങനെയല്ല. നിങ്ങൾ നോമ്പ് നിർബന്ധമാക്കിയത് തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയാണ് ലഅല്ല പറഞ്ഞിടത്ത് ഭൂരിപക്ഷം സ്ഥലങ്ങളിലും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതുപോലുള്ള വിഷയങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിജയിക്കുന്നവരാകും. ആകുന്നതിന് വേണ്ടിയാണ് ചെയ്യേണ്ടത്. ഇന്നല്ലദീന കഫറൂ ലൗ അന്ന ലഹും മാ ഫിൽ അർദി ജമീഅൻ വമിസ്ലഹു മഅഹു. അപ്പോ ലിയഫ്തദൂ ബിഹി, ഇഫ്തദാ യഫ്തദി, ഫിദിയ നൽകി, പ്രായശ്ചിത്തം നൽകി, അല്ലെങ്കിൽ എന്ത് പെനാൽറ്റി നൽകി. പെനാൽറ്റി എന്ന് ഇപ്പൊ ഉപയോഗിക്കുന്നത് ഹറാമയാണ്. ഹറാമ പെനാൽറ്റി. ഇപ്പൊ നമ്മൾ ട്രാഫിക് നിയമങ്ങളൊക്കെ ലംഘിച്ചാൽ വരുന്നത് പെനാൽറ്റി, ഫൈൻ അടിക്കുമെന്ന് നമ്മൾ പറയും. ഫൈൻ അടിക്കുക എന്ന് പറഞ്ഞത് ഹറാമ എന്നാണ് പറയുന്നത്. ഇത് അങ്ങനെയല്ല, മറിച്ച് എന്താണ്? ഒന്നിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടി പകരം എന്ത് ചെയ്യുക? പണമോ മറ്റ് വസ്തുക്കളോ നൽകുക. അതിനാണ് എന്ത് പറയുന്നത്? ഇഫ്തദാ യഫ്തദി, ഫിദിയ നൽകുക എന്ന് പറയുന്നത്. പിഴവെടുക്കുക. ആ ഫിദിയ നൽകി നിങ്ങൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഫിദിയ നൽകാൻ നിങ്ങൾ തീരുമാനിച്ചെന്നിരിക്കട്ടെ. അങ്ങനെ ഫിദിയ നൽകാൻ തീരുമാനിച്ച് നിങ്ങൾ എന്ത് പകരമായിട്ട് കൊടുക്കും? പിന്നെ അദാബി യൗമിൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? ഭൂമിയിലുള്ളത് മുഴുവൻ കൊണ്ടുവന്നെന്ന് വിചാരിച്ചോ? ലൗ അന്ന ലഹും മാ ഫിൽ അർളി. അപ്പൊ ജമീഅൻ എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ജമീഅൻ എന്താണ്? നേരത്തെ പറഞ്ഞതിന്റെ വിശദീകരണമാണ്. ഇപ്പൊ മാ ഫിൽ അർളി, ഭൂമിയിലുള്ളത് നിങ്ങൾ കൊണ്ടുവന്നു. അത് കുറച്ച് കൊണ്ടുവന്നൊന്നല്ല, പകുതി കൊണ്ടുവന്നൊന്നല്ല, മറിച്ച് എന്താണ്? ജമീഅൻ, എല്ലാം കൊണ്ടുവന്നു. ഭൂമിയിലുള്ളത് മുഴുവൻ കൊണ്ട് വമിസ്ലഹു മഅഹു, വമിസ്ലഹു, അത്രയും കൂടെ കൊണ്ടുവന്നു. അത്രയും കൂടെ കൊണ്ടുവരാൻ വേറെ ഉണ്ടാവില്ല, കാരണം ഭൂമിയിലുള്ളത് മുഴുവൻ കൊണ്ടുവന്നാൽ പിന്നെ അത്രയും കൂടെ പിന്നെ എന്താ? എങ്കിൽ പോലും ഉപമയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. അതിനു വേണ്ടി അത്രയും ഭൂമിയിലുള്ളത് മുഴുവൻ കൊണ്ടുവന്നു. വമിസ്ലഹു, അത്രയും അതുപോലെയുള്ളത്, മഅഹു, അവനോടൊപ്പം. ലിയഫ്തദൂ ബിഹി, അത് മുഖേന, ആ കൊണ്ടുവന്നത് മുഖേന, ബിഹി അത് മുഖേന, കൊണ്ടുവന്നത് മുഖേന, ലിയഫ്തദൂ, അവർ ഫിദിയ നൽകുന്നതിന് വേണ്ടി. അപ്പൊ ഇവിടെ അഫ്ആൽ ഖംസയിൽ എന്ത് സംഭവിച്ചു? നൂന് ലോപിച്ചു. നൂന് പോയി. എങ്ങനെ? കാരണം ലാമു തഅലീൽ. കാരണം പറയുന്നില്ല. എന്തിനു വേണ്ടിയാണ്? ലിയഫ്തദൂ ബിഹി, അവർ ഫിദിയ നൽകുന്നതിന് വേണ്ടി, പിഴ നൽകുന്നതിന് വേണ്ടി അവരിത്രയും ഭൂമിയിലുള്ളത് മുഴുവനും അതിനൊപ്പവും അത്രയും കൂടി കൊണ്ടുവന്നാലും മിൻ അദാബി യൗമിൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിലെ ശിക്ഷയ്ക്ക് പകരമായി പിഴയെടുക്കുന്നതിന് വേണ്ടി മാ തുഖബ്ബില മിൻഹും. നമ്മള് നമസ്കാരം കഴിഞ്ഞ് അല്ല ഉംറയോ ഹജ്ജോ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് തഖബ്ബലല്ലാഹ് എന്ന് പറയും. തഖബ്ബലല്ലാഹ്, സ്വീകരിച്ചു. മാ തുഖബ്ബില, സ്വീകരിക്കപ്പെടുകയില്ല, മിൻഹും, അവരിൽ നിന്ന്. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്.
ഇതാണ് നമ്മുടെ ഭാഗം. നമ്മുടെ ക്ലാസ്സിലെ ലാമുൽ ഫാഇലീൻ ഉസ്താദ്. രണ്ടാമത്തെ അയലിൽ എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഫൈനലിൽ പഠിപ്പിച്ചില്ലേ? അതെ ഉസ്താദ് ഒരു സംശയം. ആ, അപ്പൊ ഈ പുതിയ ബുക്ക് വരുമ്പോഴത്തേക്കും ഉടനെ വാങ്ങിക്കോളാം കേട്ടോ. വരുന്ന പുസ്തകങ്ങൾ, പുതിയ പുസ്തകങ്ങളെല്ലാം അവസാനത്തിന്റെ പരമ്പരയുടെ അവസാനത്തെ സെമസ്റ്റർ വരുന്നത് വരെ എല്ലാവരും വാങ്ങിക്കണം. കാരണം എന്താ, നമ്മൾ പഠിച്ച കാര്യത്തിന്റെ നോട്ട്സ് ഒന്നും നമ്മൾ നേരത്തെ പ്രിന്റഡ് നോട്ട്സ് തന്നിട്ടില്ല. ആ നോട്ടെല്ലാം ഈ വരുന്ന ഭാഗങ്ങളിലുണ്ടാവും. ഇപ്പൊ വരാൻ പോകുന്ന ബേസിക്കും സിൽവറിന്റെയും പുസ്തകം വരാൻ പോകുന്നു. ഇപ്പൊ 1 മാസത്തിനകം ഇറങ്ങും. അത് ഉടനെ വാങ്ങിക്കോളാം. അപ്പൊ അതിൽ പഠിച്ച വിശദീകരണങ്ങളും ഉദാഹരണങ്ങളെല്ലാം അതിൽ വരും. ഷേഖ് പറയും. ഈ അജലിനുള്ള തന്നെ യെസ് അജലുൻ അവധി. അജലുൻ ജീമിന് ഫതഹിട്ടാൽ അജലുൻ അവധി. പിന്നെ പിന്നെ അജലിൻ മുസമ്മ നിർണിതമായ അവധിയിലേക്ക്. അജലിൻ മുസമ്മ. പിന്നെ ഈ സംഭാഷണത്തിലെ അജൽ എന്ന് പറഞ്ഞാല് യെസ് എന്നൊരർത്ഥം വരുന്നില്ലേ? അജൽ എന്ന് പറഞ്ഞാൽ നിക്കട്ടെ, അവധി കൊടുക്കട്ടെ. ആ, അങ്ങനെ. ആ, സൗദി അറേബ്യയിൽ സർവ്വസാധാരണമായിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല അജൽ. നിങ്ങള് ഈ എന്താ പറയാ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്നില്ല. അതായത് ഡ്രാമയിലും പോലുള്ള സംഗതി ഔപചാരികമായ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്നില്ല അജൽ. അജൽ വരട്ടെ, നിക്കട്ടെ എന്നാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ. പിന്നെ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ എന്ന് പറയുമ്പോഴേ ഒരാളെ കൊന്നതിന് പകരം കൊല്ലുക എന്നുള്ളതാണ് ഉദ്ദേശം വരുന്നത്. അവിടെ ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ആരെങ്കിലും ഒരാളെ കൊന്നു, മൻ ഖതൽ നഫ്സൻ ബിഗൈരി നഫ്സിൻ, ഒരാളെ വധിച്ചതിന് പകരമായിട്ടല്ലാതെ വേറൊരാളെ വധിച്ചാൽ ഇത് ചെയ്യണമെന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരാളെ വധിച്ചതിന് പകരമായിട്ട് അയാളെ വധിക്കാമോ എന്നല്ലേ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉദ്ദേശം? അപ്പോ ഒരാളെ വധിച്ചതിന് പകരമായിട്ട് വധിക്കാൻ വ്യക്തിക്കല്ല അധികാരമുള്ളത്, മറിച്ച് എന്താണ്, ഹുകൂമത്തിനാണ് അധികാരമുള്ളത്. അവിടുത്തെ വ്യവസ്ഥിതിക്കാണ് അധികാരമുള്ളത്. അപ്പോ ഒരാൾക്ക് പകരം ഒരാളെ കൊന്നതിന് പകരമായി എന്റെ വാപ്പയെ ഒരാൾ കൊന്നു, ഇതിന് പകരമായിട്ട് ഞാൻ അവനെ പോയി കൊല്ലാൻ പാടില്ല. ബിഗൈരി നഫ്സിൻ മൻ ഖതല നഫ്സൻ ഒരാളെ കൊലപ്പെടുത്താൻ മിൻ ഗൈരി നഫ്സിൻ അല്ല ബിഗൈരി നഫ്സിൻ മറ്റൊരു നഫ്സിനെ കൂടാതെ ഒരു നഫ്സിനെ കൊന്നു എന്ന് പറഞ്ഞാൽ ഒരു നഫ്സിനെ വധിച്ചതിന് പകരമായിട്ടല്ലാതെ ഒരു നഫ്സിനെ വധിച്ചാൽ എന്നാണ് പറഞ്ഞതിന്റെ സാരം. അതെ. ഇത് നിങ്ങളുടെ ചോദ്യം എന്താണ്? ചോദ്യം തന്നെയാണ്, അതിന് പകരമായിട്ട് വധിക്കുന്നതിനാണോ? പകരമായിട്ടല്ലാതെ വധിച്ചാൽ അവൻ ലോകത്തുള്ളവരെ മുഴുവൻ കൊന്നതിന് തുല്യമായി എന്നാണ് പറഞ്ഞതിന്റെ സാരം. അപ്പോ തിരിച്ചുള്ള ചോദ്യം പകരമായി കൊല്ലാമോ എന്നതാണ്. അങ്ങനെ പകരമായി കൊല്ലാം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് എന്താണ്, പകരമായിട്ടാണെങ്കിൽ വേറെ നിയമമാണ് വരുന്നത്. പകരമായിട്ടാണെങ്കിൽ അത് ഹുകൂമത്തിനാണ്, അതായത് അവിടെയുള്ള വ്യവസ്ഥിതിക്കാണ് അധികാരമുള്ളത്. അപ്പൊ നമ്മൾ ഇന്ത്യൻ പശ്ചാത്തലത്തിനാണെങ്കിൽ ഇന്ത്യയിലെ ഒരാളെ കൊന്നാൽ എന്ത് ചെയ്യും? തിരിച്ചു കൊല്ലാനൊന്നും ഇന്ത്യയിൽ നിയമമില്ല. നമുക്ക് എന്ത് ചെയ്യണം? അതിന് നിയമപരമായി നേരിടാനേ അധികാരം. അക്കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അത് നബിവചനങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും. ഇസ്ലാമിക നിയമശാസ്ത്രത്തിൽ അത് കാണാം, ഫിഖ്ഹിൽ അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഉപസംഹരിക്കുകയാണ്. ക്ലാസ് നീട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്, നമ്മൾ വേഗം തീർക്കാൻ വേണ്ടിയാണ് ചർച്ച ചെയ്യുന്നത്. നേരത്തെയാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ മനസ്സിലാകാത്ത നിയമങ്ങൾ, അതായത് ഗ്രാമർ ചോദിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിൽ ചോദിക്കാൻ വേണ്ടിയുള്ള ഗ്രാമർ ഒന്നും ഇല്ല. അത്രയും വലിയ കാര്യമൊന്നുമില്ല. ഫായിലും മഫ്ഊലും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മുബ്തദ ഖബറും അല്ലെങ്കിൽ ആവും ചേർത്ത് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഇതിനകത്തുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട വ്യാകരണങ്ങളൊന്നും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും അതിന്റെ ആശയ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമുക്ക്
തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ ചോദിച്ച ആളിന് തന്നെ ഇങ്ങനെ സംശയം വരാൻ കാരണം നേരത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് പുതിയ ആശയങ്ങളൊക്കെ മനസ്സിൽ വരിക, അതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ വരിക. അത് നമുക്ക് പറയാൻ വിട്ടുപോയതാണെങ്കിലും പറയാൻ അവസരം ആയിത്തീരും അങ്ങനെ സംശയങ്ങൾ വരുമ്പോൾ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പറഞ്ഞത്ര നേരത്തെ ഒന്നുമല്ല, ചിലപ്പോൾ തുടങ്ങുമ്പോഴത്തേക്ക് ചില എന്താ പറയാ ചില സെറ്റപ്പുകളുടെ സൂം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ സെറ്റപ്പ് ഒക്കെ മാറി കിടക്കും. അപ്പൊ അത് ചെയ്യാനുള്ള സമയം കൊണ്ടാണ്. അപ്പൊ അതുപോലെ തടസ്സങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായിരുന്നാലും നമ്മൾ 9:30 കൊണ്ടുവരണം. 1-2 ആഴ്ചക്കകം 9:30 കൊണ്ടുവരണം. ഇവിടെ ജാഅത്ത് എന്ന് പറഞ്ഞ റുസുല് എന്ന് പറഞ്ഞത് കാരണമല്ലേ? റുസുൽ എന്താ ബഹുവചനാണ്, ബഹുവചനാണ്, അത് കാരണല്ലേ ജാഅത്ത് എന്നായത്. അപ്പൊ ഈ കുല്ലു ജമ്മിൻ മുഅന്നസ് എന്ന് പറഞ്ഞാൽ ഹത്ത റജുൽ എന്നൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. ഹത്ത റിജാൽ, കുല്ലു ജമ്മിൻ മുഅന്നസ് നമ്മൾ പറഞ്ഞല്ലോ. മുദക്കർ ഹഖീഖിയാണെങ്കിൽ പോലും അങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നിയമം. അപ്പൊ ജാഅത്ത് വന്നു, ആര് വന്നു? റസൂല് വന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം.